എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹിന്ദിയിൽ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. പൊതുപരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ക്ലാസ് വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. കുട്ടികളെ, ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, आप लोग जानते हैं कि हमारे दैनिक जीवन में പോസ്റ്ററും का अटूट संबंध है. കുട്ടികളെ, നിങ്ങൾക്കറിയാവുന്നതാണ് പോസ്റ്ററുകൾക്ക് നമ്മുടെ നിത്യജീവിതവുമായി അഭേദ്യമായ ബന്ധം ഉണ്ട് എന്നുള്ളത്. रोज कई प्रकार के पोस्टरों से परिचित होने का अवसर हमें मिलते हैं. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ മിക്കപ്പോഴും അല്ലെങ്കിൽ ദിനവും ഒത്തിരി പോസ്റ്ററുകൾ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. जैसे सिनेमा, सर्कस या अन्य किसी न किसी कार्यक्रम, സന്ദേശവാഹക് ആദി. ഉദാഹരണമായിട്ട് സിനിമ, സർക്കസ്, അതുപോലെ തന്നെ മറ്റു പല പ്രോഗ്രാമുകളുടേത്. അതൊരു പക്ഷേ സ്കൂൾ വാർഷികോത്സവമാവാം, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലുമൊക്കെ ഉദ്ഘാടനങ്ങളാവാം, അല്ലെങ്കിൽ സന്ദേശവാഹക് എന്തെങ്കിലും മെസ്സേജ് നൽകുന്നതിനുള്ള പോസ്റ്ററുകളോ ഒക്കെ ആവാം. അപ്പൊ ഇത്തരത്തിൽ ഒത്തിരി പോസ്റ്ററുകൾ നാം നമ്മുടെ നിത്യജീവിതത്തിൽ പരിചയപ്പെടുന്നുണ്ട്. तो बच्चों, आज के क्लास में हमें देखना है कि परीक्षा में इस प्रकार के एक पोस्टर तैयार करने के लिए प्रश्न पूछेंगे तो हम कैसे पोस्टर तैयार करेंगे. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കേണ്ടത് പരീക്ഷയ്ക്ക് ഇപ്രകാരം ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. पहले हमें एक जानकारी होना बहुत जरूरी है कि एक पोस्टर किस उद्देश्य से बनाया जाता है. അപ്പോൾ പോസ്റ്ററുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപായി എന്തുദ്ദേശത്തോടു കൂടിയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. हाँ, ये तो आप लोग जानते हैं कि किसी न किसी संदेशों, सूचनाओं आदि के संप्रेषण के लिए പോസ്റ്റർ ബനായ ജാതാ ഹെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഏതെങ്കിലും സന്ദേശങ്ങളോ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളോ മുതലായവയൊക്കെ സംപ്രേഷൺ കേലിയെ അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നാം പോസ്റ്റർ തയ്യാറാക്കുന്നത് എന്നുള്ളത്. तो हमें देखना है कि പോസ്റ്റർ കിതനെ പ്രകാർ കെ ഹോത്തെ ഹെ. അപ്പോൾ നാം ഇനി നോക്കേണ്ടത് പോസ്റ്ററുകൾ എത്ര വിധമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള പോസ്റ്ററുകളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം പരിചയപ്പെട്ടിട്ടുള്ളത്? ഹാ, പോസ്റ്റർ കൈ പ്രകാർ കെ ഹോത്തെ ഹെ. പോസ്റ്ററുകൾ പല വിധത്തിലുണ്ട്. ജയ്സെ, ഇപ്പൊ ഉദാഹരണമായിട്ട് കാര്യക്രം സംബന്ധി പോസ്റ്റർ, പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ. സന്ദേശവാഹക്, സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ. സൂചനാപരക്, മുന്നറിയിപ്പുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ. വിജ്ഞാപൻ സംബന്ധി, പരസ്യങ്ങൾ നൽകുന്നതിന് അല്ലെങ്കിൽ പരസ്യങ്ങൾക്കായിട്ടുള്ള പോസ്റ്ററുകൾ ആദി മുതലായ ഒട്ടനവധി പോസ്റ്ററുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. तो बच्चों, साधारणतः परीक्षा में कार्यक्रम संबंधी या संदेशवाहक पोस्टर तैयार करने के लिए ही सवाल आते हैं. അപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ഏതെങ്കിലും പ്രോഗ്രാമുകളുമായി ബന്ധപ്പെടുത്തിയുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതോ ആയ പോസ്റ്ററുകളാണ് ചോദിക്കാറുള്ളത്. अदा हमें देखना है कि इन दोनों प्रकार के पोस्टरों की तैयारी में हमें किन किन बातों पर ध्यान देना है. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കേണ്ടുന്നത് ഈ രണ്ട് തരത്തിലുള്ള പോസ്റ്ററുകളും തയ്യാറാക്കുന്നതിന്, അതായത് പ്രോഗ്രാം സംബന്ധമായിട്ടുള്ളതും സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതുമായ പോസ്റ്ററുകൾ തയ്യാറാക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. हमें देखना है इन पोस्टरों की विशेषताएं क्या क्या है. അപ്പോൾ ഇത്തരം പോസ്റ്ററുകളുടെ സവിശേഷതകളെ കുറിച്ചും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്.
पोस्टरों की मुख्य विशेषताएं तो ये है कि പോസ്റ്റർ ആകർഷക് ഹോന ഹെ. ഇപ്പോൾ പോസ്റ്ററുകളുടെ പ്രധാനമായ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ പോസ്റ്ററുകൾ എങ്ങനെയുള്ളതാവണം? ആകർഷക് ഹോന ഹെ, വളരെയധികം ആകർഷകമാവേണ്ടതുണ്ട്. दूसरी बात तो एक है कि पोस्टरों से एक ही झलक में विषय का आशय मिलना चाहिए. ഇപ്പൊ രണ്ടാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്ററിൽ നിന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ മുഖ്യ വിഷയത്തിന്റെ ആശയം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. तीसरी बात तो एक है कि एक पोस्टर सरल, संक्षिप्त, समग्र, प्रसंगानुकूल और मुख्य घटना की सूचनायुक्त होना है. ഒരു പോസ്റ്റർ ലളിതവും സംക്ഷിപ്തവും സമഗ്രവും പ്രസംഗാനുകൂൽ സന്ദർഭോചിതവും और मुख्य घटना की सूचनायुक्त പ്രധാന സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതും ആയിരിക്കണം. फिर हमें देखना है कि पोस्टर का संदेश वाक्य या विषय मोटे अक्षरों में होना है. ഒരു പോസ്റ്ററിന്റെ സന്ദേശവാക്യം അല്ലെങ്കിൽ അതിന്റെ മുഖ്യ വിഷയം സാധാരണ നാം എഴുതുന്ന അക്ഷരങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിപ്പമുള്ളതും ഒപ്പം തിക്നെസ് ആയിട്ടുള്ള അക്ഷരങ്ങളുമായിരിക്കണം അത് എഴുതേണ്ടുന്നത്. और अगली बात तो यह है कि പോസ്റ്റർ का ചിത്ര പ്രസംഗാനുകൂൽ होना है. അപ്പോൾ അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടുന്നത് ഒരു പോസ്റ്ററിൽ നാം ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ എല്ലായ്പ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാവണം. और अंत में हमें देखना है कि एक कार्यक्रम संबंधी पोस्टर में അവസാനമായി നാം ശ്രദ്ധിക്കേണ്ടത് പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന ഒരു പോസ്റ്ററിൽ താരീഖ് ഡേറ്റ് ഉണ്ടാവണം, സമയം സൂചിപ്പിച്ചിരിക്കണം, സ്ഥാൻ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് സൂചിപ്പിച്ചിരിക്കണം, അതുപോലെ തന്നെ മുഖ്യ പ്രധാന വിഷയം അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചിരിക്കണം. ബച്ചു हमें देखना है कि एक कार्यक्रम संबंधी पोस्टर तैयार करने के लिए सवाल तो फोकस एरिया के पाठवा की ओर से मुख्यतः आयाम कलाम के बहाने और सबसे बड़ा शोमें नामक इन दो पाठभागों से आने की संभावना है. അപ്പോ ഇത്തവണ ഒരു പ്രോഗ്രാം സംബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റർ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും ഫോക്കസ് ഏരിയയിലുള്ള രണ്ട് പാഠഭാഗങ്ങളിൽ നിന്ന്, അതായത് അയാം കലാം കി ബഹാനെ എന്നുള്ള പാഠത്തിൽ നിന്നോ അല്ലെങ്കിൽ സബ്സെ ബഡാ ഷോമേൻ എന്നുള്ള പാഠത്തിൽ നിന്നോ ചോദിക്കുവാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. അതാ अब हमें इन दोनों पाठभागों की ओर से कार्यक्रम संबंधी दो एक पोस्टरों के नमूने പരിചിത होना है. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ രണ്ട് പാഠഭാഗങ്ങളിൽ നിന്നായി ഒന്ന് രണ്ട് പോസ്റ്ററുകളുടെ മാതൃകകൾ പരിചയപ്പെടേണ്ടതുണ്ട്. പരീക്ഷ മേ സവാൽ തോ शायद इस प्रकार होंगे. ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദ്യം ഇപ്രകാരം വരുവാൻ സാധ്യതയുണ്ട്. मान लें आपके स्कूल में 14 सितंबर को हिंदी समिति के नेतृत्व में, അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സെപ്റ്റംബർ മാസം 14-ാം തീയതി ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ नील माधव पांडा की फिल्म അയാം കലാം का प्रदर्शन होने वाला है. നീൽ മാധവ് പാണ്ഡ സംവിധാനം ചെയ്ത അയാം കലാം എന്ന സിനിമ പ്രദർശിപ്പിക്കുകയാണ്. इसके लिए एक पोस्टर तैयार करें. ഇതിലേക്കായി ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. तो सोचिए इस विषय पर हम एक पोस्टर कैसे तैयार करेंगे. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സാധിക്കും? देखिए यहाँ पहले हमें मुख्य विषय यानी शीर्षक मोटे और बड़े अक्षरों में लिखना है. അപ്പോൾ ഇവിടെ നാം ആദ്യമായിട്ട് ഇതിന്റെ പ്രധാന വിഷയം അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ടൈറ്റിൽ വലിപ്പവും തിക്നെസ്സുമുള്ള അക്ഷരത്തിൽ നാം അത് എഴുതേണ്ടതാണ്. यहाँ हमें फिल्म का नाम मोटे अक्षरों में आकर्षक तरीके से लिख सकते हैं. അപ്പോൾ ഈ പോസ്റ്ററിൽ നമുക്ക് ആ സിനിമയുടെ പേര് തന്നെ നല്ല വലിപ്പവും തിക്നെസ്സുമുള്ള അക്ഷരത്തിൽ വളരെ ആകർഷകമായ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്.
ഇപ്പൊ ജയ്സെ, ഇപ്പൊ ഉദാഹരണമായിട്ട് നല്ല വലുപ്പത്തിൽ ഐ ആം കലാം എന്നെഴുതാവുന്നതാണ്. ഫിർ നിദേശക് കാ നാം ലിഖ് സക്തേ ഹെ. അപ്പൊ അതിനുശേഷം ആ സിനിമയുടെ പേരിന് തൊട്ട് താഴെയായിട്ട് ഡയറക്ടറുടെ പേര് എഴുതാവുന്നതാണ്. നിദേശക് എന്നെഴുതിയിട്ട് നീൽ മാധവ് പാണ്ഡ എന്നെഴുതാവുന്നതാണ്. നിദേശക് എന്ന് പറഞ്ഞാൽ സംവിധായകൻ. ഫിർ താരീഖ് സമയ और स्थान की सूचना देना है. അപ്പൊ ഇനി ഈ പോസ്റ്ററിൽ നാം ചെയ്യേണ്ടത് ഈ സിനിമ പ്രദർശനം നടക്കുന്ന ഡേറ്റ് സൂചിപ്പിക്കണം, അതുപോലെ തന്നെ സമയം, അതുപോലെ സ്ഥലവും, എവിടെയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള കാര്യവും സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. यहाँ हम लिख सकते हैं 14 सितंबर 2021. അപ്പോൾ ഈ സിനിമ പ്രദർശനം നടക്കുന്നത് 2021 സെപ്റ്റംബർ 14-നാണ്. और उसके नीचे समय लिख सकते हैं. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സമയം എഴുതാവുന്നതാണ്. दोपहर के 2 बजे. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ സിനിമ പ്രദർശനം നടക്കുന്നത്. മൂന്നാമതായിട്ട് നാം സൂചിപ്പിക്കേണ്ടത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് എവിടെയാണ് എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാവുന്നത് സ്കൂൾ സഭാഗൃഹമേ, സ്കൂളിലെ അസംബ്ലി ഹാളിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ സിനിമാ പ്രദർശനം നടക്കുന്നത്. ഫിർ ഹമേ ആയോജക കി സൂചന ദേനാ ഹെ. അപ്പൊ ഇനി നാം സൂചിപ്പിക്കേണ്ടത് ഇത് സംഘടിപ്പിക്കുന്നത് ആരാണ് എന്നാണ്. ഈ സിനിമാ പ്രദർശനം ആരാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? യഹാ ഹം ലിഖ് സക്തേ ഹെ കി ഹിന്ദി സമിതി സർക്കാരി ഹൈസ്കൂൾ തിരുവനന്തപുരം. അപ്പൊ ഇവിടെ ഹിന്ദി സമിതി എന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹിന്ദി സഭ എന്നോ അല്ലെങ്കിൽ ഹിന്ദി മഞ്ച് എന്നോ അല്ലെങ്കിൽ ഹിന്ദി ക്ലബ് എന്ന് തന്നെ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സ്കൂളിലെ ഹിന്ദി ക്ലബ്ബാണ് ഈ സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻകെ സാത്ത് സാത്ത് ഹം യേ ഫി ജോഡ് സക്തേ ഹെ. അപ്പോൾ നേരത്തെ ഈ പരാമർശിച്ച കാര്യങ്ങൾ കൂടാതെ നമുക്ക് ഇനി കൂട്ടിച്ചേർക്കാവുന്നത് കി പ്രവേശ് മുഫ്ത് സബ്കാ ഹാർദിക് സ്വാഗത് എന്നുള്ളതാണ്. പ്രവേശ് മുഫ്ത് എന്ന് വെച്ചാൽ പ്രവേശനം സൗജന്യമാണ്. സബ്കാ ഹാർദിക് സ്വാഗത്, ഏവർക്കും ഹൃദ്യമായ അല്ലെങ്കിൽ ഹാർദവുമായ സ്വാഗതം. അപ്പോൾ ഈ സിനിമാ പ്രദർശനം സൗജന്യമായിട്ടാണ് നടത്തുന്നത്. എല്ലാ കുട്ടികൾക്കും അത് കാണാവുന്നതാണ്. അതുകൊണ്ട് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു എന്നുകൂടെ നമുക്ക് ആ പോസ്റ്ററിൽ വയ്ക്കുന്നത് ആകർഷകമായിരിക്കും. पोस्टर की शुरुआत में हम ये भी जोड़ सकते हैं कि आए फिल्म का मजा ले. ഇനി ഈ പോസ്റ്ററിന്റെ തുടക്കത്തിൽ അയാം കലാം എന്ന സിനിമയുടെ പേര് ടൈറ്റിൽ വലുതായിട്ട് എഴുതിയതിന് മുകളിലായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് ആയേ ഫിലിം കാ മസാലെ, വരൂ ഈ സിനിമ കണ്ട് ആസ്വദിക്കൂ എന്ന്. നോക്കുക, ഇപ്രകാരം ഒരു പ്രോഗ്രാം പോസ്റ്റർ നമുക്ക് വളരെ മനോഹരമായിട്ട് തയ്യാറാക്കുവാൻ സാധിക്കും. ഇപ്പോൾ സാധാരണയായിട്ട് നാം പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന നീലമഷി പേനയോ അല്ലെങ്കിൽ കറുത്തമഷി പേനയോ അതുകൂടാതെ പെൻസിലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പോസ്റ്ററിനെ ആകർഷകമാക്കാവുന്നതാണ്. മറ്റ് സ്കെച്ച് പെന്നുകളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. और अंत में यदि पोस्टर में प्रसंगानुकूल चित्र खींचना चाहे तो चित्र भी खींच सकते हैं. പിന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്ററിൽ സന്ദർഭോചിതമായിട്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അതിനനുയോജ്യമായ ഏതെങ്കിലും ചെറിയ ചിത്രങ്ങൾ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ അതും വരയ്ക്കുവാനായിട്ട് സാധിക്കും. അത് വരയ്ക്കുന്നത് പോസ്റ്ററിനെ കുറച്ചുകൂടെ ആകർഷകമാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളാവുന്ന രീതിയിൽ ഒരു അനുയോജ്യമായ ഒരു ചിത്രം കൂടെ വേണമെങ്കിൽ അവിടെ വരയ്ക്കാവുന്നതാണ്. ബച്ചു ആകെ ഹമേ കാര്യക്രമ സംബന്ധി പോസ്റ്റർ കെ एक और नमूना देखिए. പിന്നെ നമുക്ക് പ്രോഗ്രാം സംബന്ധമായിട്ടുള്ള പോസ്റ്ററിന്റെ മറ്റൊരു മാതൃക കൂടെ നമുക്ക് നോക്കാം. परीक्षा में सबसे बड़ा शोमैन नामक पाठ की ओर से पोस्टर तैयार करने के लिए सवाल तो शायद इस प्रकार होंगे. അപ്പോൾ പരീക്ഷയ്ക്ക് സബ്സെ ബഡാ ഷോമേൻ എന്ന പാഠത്തെ അടിസ്ഥാനമാക്കി പോസ്റ്റർ തയ്യാറാക്കുന്നതിന് ചോദ്യം ഇപ്രകാരം വരുവാൻ സാധ്യതയുണ്ട്. मान ले आपके स्कूल में हिंदी समिति के नेतृत्व में ചാർലി ചാപ്ലിൻ की फिल्मों का प्रदर्शन होने वाला है. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ചാർലി ചാപ്ലിന്റെ സിനിമകളുടെ പ്രദർശനം നടക്കുകയാണ്. ഫിൽമോത്സവ് के लिए एक പോസ്റ്റർ തയ്യാർ കരേ. ആ ഫിലിം ഫെസ്റ്റിവലിന് ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇപ്രകാരം ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ പ്രോഗ്രാമിന്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സാധിക്കുക? यहाँ पहले हमें
മുഖ്യ വിഷയ यानी शीर्षक मोटे अक्षरों में लिखना है. അപ്പൊ ഇവിടെയും ഈ പോസ്റ്ററിലും നാം ആദ്യം അതിന്റെ പ്രധാന വിഷയം അല്ലെങ്കിൽ അതിന്റെ ടൈറ്റില് വലുതും അല്പം തിക്നെസ് ആയിട്ടുള്ള അക്ഷരത്തിൽ നാം അത് എഴുതേണ്ടതാണ്. यहाँ शीर्षक के रूप में हम लिख सकते हैं कि महान हास्य कलाकार ചാർലി ചാപ്ലിൻ ഫിൽമോത്സവ്. മഹാനായ ഹാസ്യ കലാകാരൻ ചാർലി ചാപ്ലിൻ എന്നെഴുതിയിട്ട് ഫിൽമോത്സവ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് സൂചിപ്പിക്കാവുന്നതാണ്. ആകെ ഹമേ താരീഖ് സമയ और स्थान की सूचना देना है. അപ്പോൾ ഇതിനു ശേഷം നാം നൽകേണ്ടത് താരീഖ് സമയ और स्थान की सूचना, ഡേറ്റും സമയവും അതുപോലെ തന്നെ സ്ഥലവുമാണ് സൂചിപ്പിക്കേണ്ടത്. यहाँ हम लिख सकते हैं 22 से 26 फरवरी तक 2021. 2021 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ. दोपहर के 2 बजे, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ ഇത് എവിടെയാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നാണ് അടുത്ത് സൂചിപ്പിക്കുന്നത്. സ്കൂൾ സഭാഗൃഹമേ, സ്കൂളിലെ അസംബ്ലി ഹാളിലാണ് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. आगे हमें फिल्मोत्सव में प्रदर्शित फिल्मों की सूचना देना है तो दे सकते हैं. അപ്പോൾ ഇനി നമുക്ക് ആ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ പേരുകൾ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ജയ്സെ മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, ദ കിഡ്, സിറ്റി ലൈറ്റ്സ്, ദ സർക്കസ്. അപ്പോൾ ഇങ്ങനെ ആ സിനിമകളുടെ പേരുകൂടെ നമുക്ക് അവിടെ സൂചിപ്പിക്കാവുന്നതാണ്. ഓരോ സിനിമയും ഏത് ഡേറ്റിലാണ് പ്രദർശിപ്പിക്കുന്നത് എന്ന് നാം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ബ്രാക്കറ്റിൽ നമുക്ക് ആ ഡേറ്റ് കൂടെ വേണമെങ്കിൽ അവിടെ എഴുതി സൂചിപ്പിക്കാവുന്നതാണ്. ആകെ ഹമേ ലിഖ് സക്തേ ഹൈ പ്രവേശ് മുഫ്ത് സബ്കാ ഹാർദിക് സ്വാഗത്. അപ്പൊ തുടർന്ന് നമുക്ക് എഴുതാവുന്നതാണ് പ്രവേശനം സൗജന്യമാണ്, സബ്കാ ഹാർദിക് സ്വാഗത്, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. और फिर उसके नीचे आयोजक की सूचना देना है. അപ്പോൾ അതിന് താഴെയായിട്ട് ഈ പ്രോഗ്രാം ആരാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാവുന്നതാണ്. यहाँ हम लिख सकते हैं कि ഹിന്ദി സമിതി സർക്കാരി ഹൈസ്കൂൾ കൊല്ലം. ഇപ്പൊ ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ് ഹിന്ദി ക്ലബ് ഗവൺമെന്റ് ഹൈസ്കൂൾ കൊല്ലം എന്ന്. ഇപ്രകാരം എഴുതിയതിനു ശേഷം ഇപ്പൊ കഴിഞ്ഞ പോസ്റ്ററിൽ നാം ചെയ്തതുപോലെ പോസ്റ്റർ की शुरुआत में हम जोड़ सकते हैं कि आए फिल्मों का मजा ले, വരൂ ഈ സിനിമകളൊക്കെ കണ്ട് ആസ്വദിക്കൂ എന്നുള്ള ഒരു സെന്റൻസ് കൂടെ നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇത് പോസ്റ്റർ में प्रसंगानुकूल चित्र खींचकर आकर्षक बनाना चाहे तो बना सकते हैं. ഇപ്പൊ ഈ പോസ്റ്ററിൽ സന്ദർഭോചിതമായിട്ടുള്ള ഒരു ചിത്രം വരച്ച് ഇതിനെ കുറച്ചുകൂടെ ആകർഷകമാക്കണമെങ്കിൽ നമുക്ക് ആകർഷകമാക്കാവുന്നതാണ്. ഇപ്പോൾ ചാർലി ചാപ്ലിന്റെ തന്നെ ഒരു ചിത്രമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊപ്പിയും വടിയുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് അനുയോജ്യമാകുന്ന ഒരു ചിത്രമോ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുള്ള മറ്റേതെങ്കിലും ഒരു ചിത്രമോ ഒക്കെ വരച്ച് നമുക്കിതിനെ ഭംഗിപ്പെടുത്താവുന്നതാണ്. അതുപോലെ പെൻസിൽ കൊണ്ട് അത്യാവശ്യം ഷെയ്ഡൊക്കെ കൊടുത്ത് നമുക്ക് ഈ പോസ്റ്ററിനെ കുറിച്ച് ആകർഷകമാക്കാവുന്നതാണ്. तो बच्चों आगे हमें देखना है कि यदि बीरबखूटी कहानी के आधार पर एक कार्यक्रम संबंधी पोस्टर तैयार करने के लिए സവാൽ കേസെ പൂച്ചെങ്കിൽ ഒരുപക്ഷെ ബീർബഖൂട്ടി എന്ന കഥയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രോഗ്രാം സംബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ എപ്രകാരമായിരിക്കും ആ പോസ്റ്റർ വരിക? इसके लिए सवाल तो इस प्रकार होंगे. അപ്പോൾ ഇതിന് ചോദ്യം വരുന്നത് ഇപ്രകാരമായിരിക്കും. मान ले आपके स्कूल में हिंदी समिति के नेतृत्व में बीरबखूटी कहानी का मंचीकरण होने वाला है. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ ബീർബഖൂട്ടി എന്ന കഥയെ നാടക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. इसके लिए एक पोस्टर तैयार करें. ഇതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കാം. तो इस विषय पर एक पोस्टर कैसे तैयार करेंगे? അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സാധിക്കും? हाँ ये तो बहुत सरल है. देखिए हम पहले हमें शीर्षक മോട്ടേ അക്ഷരമേ ലിഖന ഹെ. അപ്പൊ ഇവിടെയും ഈ പോസ്റ്ററിലും നമുക്ക് ആദ്യം അതിന്റെ ആ ടൈറ്റിൽ കുറച്ച് വലിപ്പമുള്ള അതുപോലെ നല്ല തിക്നെസ് ആയിട്ടുള്ള അക്ഷരത്തിൽ എഴുതാവുന്നതാണ്. यहाँ हम नाटक का नाम मोटे अक्षरों में आकर्षक ढंग से लिख सकते हैं. അപ്പൊ ഇവിടെ നമുക്ക് ആ നാടകത്തിന്റെ പേര് അപ്പൊ ബീർബഖൂട്ടി എന്ന കഥയാണ് ഇവിടെ നാടകമായിട്ട്
നാം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആ പേര് ബീർ ബഖൂട്ടി എന്ന ആ പേര് കുറച്ച് വലിപ്പത്തിൽ തിക്നെസ്സോടെ നമുക്ക് ആകർഷകമായിട്ട് എഴുതാവുന്നതാണ്. ഉസ്കെ നീച്ചെ ലിഖ് സക്തേ ഹൈ പ്രഭാത് ജി കി കഹാനി കാ മഞ്ചീകരൻ. അപ്പൊ അതിന് താഴെ അല്പം ചെറുതായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് പ്രഭാത് ജിയുടെ കഥയുടെ രംഗാവിഷ്കാരം അല്ലെങ്കിൽ നാടക ആവിഷ്കാരം. ഫിർ താരീഖ് സമയ ഓർ സ്ഥാൻ കി സൂചന ദേനാ ഹൈ. അപ്പൊ അതിനുശേഷം ഡേറ്റ്, സമയം, അതുപോലെ സ്ഥലം ഇവ സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹം ലിഖ് സക്തേ ഹൈ. ഇപ്പൊ ഇവിടെ നമുക്ക് എഴുതാവുന്നത് 10 ഫെബ്രുവരി 2021 2021 ഫെബ്രുവരി മാസം 10 दोपहर के 2 बजे ഉച്ചയ്ക്ക് 2 മണി. और यहाँ स्थान लिख सकते हैं സ്കൂൾ സഭാഗൃഹ में, സ്കൂൾ അസംബ്ലി ഹാൾ അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് നമുക്ക് അവിടെ സ്ഥലവും എഴുതാവുന്നതാണ്. फिर हमें पिछले पोस्टरों की तरह लिख सकते हैं प्रवेश मुफ्त सबका हार्दिक स्वागत. അപ്പോൾ കഴിഞ്ഞ പോസ്റ്ററുകളിൽ നാം എഴുതിയതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എഴുതാവുന്നതാണ് പ്രവേശ് മുക്ത്, പ്രവേശനം സൗജന്യം, സബ്കാ ഹാർദിക് സ്വാഗതം, എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. ഫിർ ഹമേ പ്രസ്തുതകർത്താ കെ ബാരെ മേ സൂചന ദേനാ ഹൈ. ഇനി നമുക്ക് ഇതാരാണിത് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ നാടകം അവിടെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് അവിടെ സൂചിപ്പിക്കാവുന്നതാണ്. യഹാ ലിഖ് സക്തേ ഹൈ ഹിന്ദി സമിതി. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ് ഹിന്ദി സമിതി, അതായത് ഹിന്ദി ക്ലബ്, സർക്കാരി ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ, കോട്ടയം. और अंत में पिछले पोस्टरों की तरह शुरुआत में हम लिख सकते हैं कि आइए नाटक का मसाले. അപ്പോൾ ഇവിടെയും കഴിഞ്ഞ പോസ്റ്ററുകൾ നാം ചെയ്തതുപോലെ തന്നെ ആ പോസ്റ്ററിന്റെ ആരംഭത്തിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് ആയേ നാടക കാ മസാലെ, വരൂ നാടകം കണ്ട് ആസ്വദിക്കൂ എന്ന്. देखिए बच्चों, यहाँ भी आवश्यक है तो പ്രസംഗാനുകൂൽ ചിത്ര ഖീൻ സക്തേ ഹൈ. അപ്പൊ ഈ പോസ്റ്ററിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ചെറിയ ചിത്രങ്ങൾ വേണമെങ്കിൽ, ഇതിന് അനുയോജ്യമായ ചിത്രങ്ങൾ വേണമെങ്കിൽ വരച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ സാഹിലിന്റെയോ ബേലയുടെയോ അല്ലെങ്കിൽ ബീർ ബഖൂട്ടിയുടെയോ അല്ലെങ്കിൽ ഇതുമായി യോജിക്കുന്ന ഏതെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു ചിത്രം നമുക്കിതിൽ വേണമെങ്കിൽ വരച്ച് ചേർക്കാവുന്നതാണ്. അത് പോസ്റ്റർ കുറച്ചുകൂടെ ആകർഷകമാകുന്നതിന് സഹായമായിരിക്കും. അപ്പൊ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് പ്രോഗ്രാം സംബന്ധമായ 3 പോസ്റ്ററുകളാണ് നാം ഇവിടെ പരിചയപ്പെട്ടത്. ഈ 3 പോസ്റ്ററുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കോമൺ ആണ്. ഇതിൽ ആ ടൈറ്റിൽ മാത്രമേ മാറി മാറി വരുന്നുള്ളൂ. അപ്പൊ ശരിക്കും ഒരു പോസ്റ്റർ നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയാമെങ്കിൽ തന്നെ പരീക്ഷയ്ക്ക് ഏത് ചോദിച്ചിരുന്നാലും അതിന്റെ ആ വിഷയം മാത്രം നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ടൈറ്റിൽ മാത്രം നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പോസ്റ്റർ തയ്യാറാക്കുവാൻ സാധിക്കും. आगे हमें देखना है कि संदेश वाहक पोस्टरों की तैयारी में हमें किन किन बातों पर ध्यान देना है. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു സന്ദേശം നൽകുന്നതിന് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാം തയ്യാറാക്കുന്ന പോസ്റ്ററുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമായും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. സന്ദേശ് വാഹക് പോസ്റ്ററും में संदेश वाक्य सरल, संक्षिप्त और मोटे अक्षरों में होना है. ഒരു മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകളിൽ നൽകുന്ന സന്ദേശവാക്യം വളരെയധികം ലളിതവും ചുരുങ്ങിയ വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നതും और मोटे अक्षरों में होना है. അപ്പൊ സാധാരണ നാം എഴുതുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിപ്പമുള്ളതും അല്ലെങ്കിൽ തിക്നെസ് ഉള്ളതുമായിട്ടുള്ള അക്ഷരങ്ങളിലാണ് എഴുതേണ്ടത്. और फिर प्रसंगानुकूल चित्र खींचकर पोस्टर को आकर्षक बना सकते हैं. അപ്പൊ ഇതുകൂടാതെ ആ സന്ദർഭത്തിന് യോജിക്കുന്ന തരത്തിലുള്ള, അതായത് നാം ആ പോസ്റ്ററുകൾ കൊടുക്കുന്ന സന്ദേശവാക്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങളും നമുക്ക് ഈ പോസ്റ്ററുകൾ വരച്ചു ചേർത്ത് പോസ്റ്ററിനെ ആകർഷകമാക്കാവുന്നതാണ്. तो बच्चों, अब हमें संदेशवाहक पोस्टरों के 2 नमूने देखें. അപ്പൊ ഇനി നമുക്ക് ഇത്തരം സന്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള പോസ്റ്ററുകളുടെ 1-2 മാതൃകകൾ നോക്കാം. അപ്പൊ സാധാരണയായിട്ട് ഇത്തവണത്തെ ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് നാം നേരത്തെ ചർച്ച ചെയ്ത പ്രോഗ്രാം സംബന്ധമായിട്ടുള്ള പോസ്റ്ററുകൾ തന്നെയാണ്. അല്ലാതെ സന്ദേശം നൽകുന്ന തരത്തിലുള്ള പോസ്റ്റർ ആണെങ്കിൽ മിക്കവാറും ഫോക്കസ് ഏരിയയിൽ നിന്ന് മാറിയിട്ടുള്ള അകാൽ और उसके बाद എന്ന പാഠത്തിൽ നിന്നോ അല്ലെങ്കിൽ ഠാക്കുർ കാ കുവാം മുതലായ മറ്റു പാഠങ്ങളിൽ നിന്നാണ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. സന്ദേശവാഹക് പോസ്റ്റർ തയ്യാർ करने के लिए പ്രശ്ന तो शायद इस प्रकार होंगे. ഒരു സന്ദേശം നൽകുന്ന തരത്തിലുള്ള
പോസ്റ്ററുകൾ തയ്യാറാക്കുന്നതിന് സാധാരണ ചോദ്യം ഇപ്രകാരമാണ് വരാൻ സാധ്യതയുള്ളത്. മനുഷ്യ और പ്രകൃതി का संबंध अटूट होता है. മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം ദൃഢമാണ്. इस आशय पर आधारित एक पोस्टर तैयार करें. ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അപ്പൊ ഇത്തരത്തിൽ ചോദ്യം ചോദിക്കാവുന്നതാണ്. तो देखिए बच्चों, ये पोस्टर हम कैसे तैयार करें? അപ്പൊ ഇങ്ങനെ സന്ദേശം നൽകുന്ന തരത്തിലുള്ള ഈ പോസ്റ്റർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും? देखिए, इस पोस्टर में पर्यावरण यानी प्रकृति की सुरक्षा की आवश्यकता बताते हुए 3 संदेश वाक्य आकर्षक ढंग से लिखा है. അപ്പോൾ ഈ പോസ്റ്ററിൽ പരിസ്ഥിതിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സുരക്ഷയുടെ ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ട് 3 സന്ദേശവാക്യങ്ങൾ ആകർഷകമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. और पहला जो है, प्रकृति का न करे हरण, आओ बचाए पर्यावरण. പ്രകൃതിയെ എന്ത് ചെയ്യരുത്? ന കരെ ഹരൺ. ഹരൺ മേനെ നാശം. പ്രകൃതിയെ നശിപ്പിക്കരുത്. ആവോ ബച്ചായെ പര്യാവരൺ, വരൂ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. और एक संदेश वाक्य है, पर्यावरण का रखे ध्यान, तभी बनेगा देश महान. പരിസ്ഥിതിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രദ്ധയൂന്നുക, അത് രാജ്യത്തിന്റെ ഉന്നതിക്ക് കാരണമാവും. അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ നാം വളരെയധികം ശ്രദ്ധയൂന്നുമ്പോഴാണ് ഒരു രാഷ്ട്രം ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നത്. और एक संदेश वाक्य लिखा है, पर्यावरण बचे तो प्राण बचे. പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടാൽ ജീവനും സംരക്ഷിക്കപ്പെടും. അപ്പൊ ഇപ്രകാരം 3 സന്ദേശവാക്യങ്ങൾ ഈ പോസ്റ്ററിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസംഗാനുകൂൽ ചിത്ര ഭി ഖീച്ചാ ഹെ. ഇവിടെ ഈ സിറ്റുവേഷനെ യോജിച്ചിട്ടുള്ള ഒരു ചിത്രവും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. और पोस्टर के नीचे ये भी लिखा है कि ये पोस्टर किसने तैयार किया है. അപ്പോൾ ഈ പോസ്റ്ററിന്റെ ചുവട്ടിലായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട് ആരാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയത് എന്ന്. യഹാൻ തോ ലിഖാ ഹെ പര്യാവരൺ സമിതി. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് പരിസ്ഥിതി ക്ലബ് സർക്കാരി ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ ആലപ്പുഴ എന്നാണ്. അപ്പോൾ ആലപ്പുഴയിലെ ഗവൺമെന്റ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബാണ് ഈ പോസ്റ്റർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്കൂളുകളിൽ വ്യത്യസ്ത ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതിൽ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റർ ആയതുകൊണ്ട് നമ്മളവിടെ എഴുതി ചേർത്തിരിക്കുകയാണ് പര്യാവരൺ സമിതി എന്ന്. അപ്പോൾ ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ക്ലബിന്റെ പേര് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് അത് ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്രകാരം पर्यावरण समिति എന്ന് ചേർത്താൽ മതി. तो बच्चों, आगे हमें संदेशवाहक पोस्टर का दूसरा नमूना देखिए. ഇനി നമുക്ക് സന്ദേശം നൽകുന്ന തരത്തിലുള്ള പോസ്റ്ററിന്റെ രണ്ടാമതൊരു മാതൃക കൂടെ നോക്കാവുന്നതാണ്. സവാൽ തോ ഇസ് പ്രകാർ ഹോംഗെ. അപ്പൊ അതിന് ചോദ്യം വരുന്നത് ഇപ്രകാരമായിരിക്കും. ഖേത്തി നഹി തോ ഖാന നഹി. കൃഷിയില്ല എങ്കിൽ ഭക്ഷണമില്ല. खेती के विकास की आवश्यकता का संदेश देते हुए एक पोस्टर तैयार करें. കൃഷിയുടെ വികാസത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൃഷി വർദ്ധിപ്പിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശമടങ്ങുന്ന एक पोस्टर तैयार करें. ഒരു പോസ്റ്റർ തയ്യാറാക്കാം. പോസ്റ്റർ का नमूना देखिए. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററിന്റെ മാതൃക നമുക്ക് നോക്കാം. देखिए बच्चों, इस पोस्टर में खेती के विकास की आवश्यकता बताते हुए 3 संदेश वाक्य आकर्षक ढंग से लिखा है. അപ്പോൾ ഈ പോസ്റ്ററിൽ കൃഷിയുടെ വികസനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് 3 സന്ദേശവാക്യങ്ങളാണ് എഴുതി ചേർത്തിട്ടുള്ളത്. पहला जो है, खेती नहीं तो खाना नहीं. കൃഷിയില്ലെങ്കിൽ ഭക്ഷണമില്ല. ഖാന നഹി തോ ഹം നഹി. ഭക്ഷണമില്ലെങ്കിൽ നാം ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു സന്ദേശവാക്യമാണ് അവിടെ ആദ്യം നൽകിയിട്ടുള്ളത്. और अगला जो है, खेती जीवन का आधार है. ജീവിതത്തിന്റെ അടിസ്ഥാനം കൃഷിയിലാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവന്റെ അടിത്തറ കൃഷിയിലാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. और फिर लिखा है, खेती का विकास देश का विकास. കൃഷിയുടെ വികസനം രാജ്യത്തിന്റെ വികസനമാണ്. ഇപ്രകാരം 3 സന്ദേശവാക്യങ്ങളാണ് ഈ പോസ്റ്ററിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. और फिर പ്രസംഗാനുകൂൽ ചിത്ര ഭി ഖീഞ്ചാ ഹെ. അപ്പോൾ ഇവിടെ സന്ദർഭോചിതമായൊരു ചിത്രം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പരീക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചിത്രം കൂടെ വരച്ചു ചേർക്കേണ്ടതാണ്.
പോസ്റ്റർ കെ നീച്ചെ എഫി ലിഖാ ഹെ കി പോസ്റ്റർ കിസ്നെ തയ്യാർ കിയാ ഹെ. അപ്പൊ കഴിഞ്ഞ പോസ്റ്ററിൽ ചെയ്തതുപോലെ തന്നെ ഈ പോസ്റ്ററിന്റെ ചുവട്ടിലായിട്ട് നാം എഴുതി ചേർത്തിട്ടുണ്ട് ഈ പോസ്റ്റർ ആരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. യഹാന്തോ ലിഖാ ഹെ കൃഷിഭവൻ തിരുവനന്തപുരം. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് കൃഷിഭവൻ തിരുവനന്തപുരം എന്നാണ്. ബച്ചോ अंत में हमें संदेशवाहक पोस्टर का तीसरा नमूना देखें. കുട്ടികളെ, അവസാനമായി നമുക്ക് സന്ദേശം നൽകുന്ന പോസ്റ്ററിന്റെ ഒരു മൂന്നാമത്തെ ഒരു മാതൃക കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. സവാൽ തോ യഹേ കി ഊഞ്ചി നീചി ജാതി കാ ബോധ ഏക സാമാജിക് കുരീതി ഹെ. ഉയർന്ന ജാതിക്കാരനെന്നും താണ ജാതിക്കാരനെന്നുമുള്ള ആ ഒരു ചിന്ത ഒരു സാമൂഹികമായ ദുരാചാരമാണ്. ദുനിയ ഏക് മാനവ് ഏക്, ഈ ലോകമൊന്ന് മനുഷ്യരുമൊന്ന് എന്നുള്ള സന്ദേശ് ദേത്തെ ഹുയെ, സന്ദേശം നൽകിക്കൊണ്ട് ഏക പോസ്റ്റർ തയ്യാറാക്കരെ, ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. യാ അല്ലെങ്കിൽ ജാതി പ്രഥ അഭിശാപ് ഹെ, ജാതി വ്യവസ്ഥ ഒരു ശാപമാണ്. കാ സന്ദേശ് ദേത്തെ ഹുയെ, അപ്പൊ ഇപ്രകാരം ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഏക പോസ്റ്റർ തയ്യാറാക്കരെ, ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ചോദ്യം വന്നാലും നമുക്ക് പൊതുവായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. देखिए बच्चों, यहाँ भी जाति प्रथा के संबंध में 3 संदेश वाक्य आकर्षक ढंग से लिखा है. അപ്പോൾ ഈ പോസ്റ്ററിലും ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിയുള്ള 3 സന്ദേശവാക്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെഹ്ല ജോ ഹെ ദുനിയ ഏക് മാനവ് ഏക്, ഈ ലോകമൊന്ന് മനുഷ്യരും ഒന്ന്. അപ്പൊ നമ്മൾ ആ ചോദ്യത്തിൽ തന്നെ ഉള്ള ഒരു സന്ദേശവാക്യമാണ്. और दूसरा है मानव के कर्म ही उसकी पहचान होते हैं, जाति नहीं. അപ്പൊ മനുഷ്യന്റെ കർമ്മമാണ് അവനെ ശ്രേഷ്ഠനാക്കുന്നത്, ജാതി നഹി, ജാതിയല്ല. और तीसरा है जाति प्रथा अभिशाप है उसे संसार से निकाले. ഇപ്പൊ മൂന്നാമതായിട്ട് നൽകിയിട്ടുള്ളത് ജാതി വ്യവസ്ഥ ഒരു ശാപമാണ്, അതിനെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്രകാരം 3 സന്ദേശവാക്യങ്ങൾ എഴുതിയതിനു ശേഷം और പ്രസംഗാനുകൂൽ ചിത്ര ഫി എഹാം രഖാ ഹെ, സന്ദർഭോചിതമായ ഒരു ചിത്രവും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. और पोस्टर के नीचे एफी लिखा है कि ये पोस्टर किसने तैयार किया है. അപ്പൊ ആരാണ് ഈ പോസ്റ്റർ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ആ പോസ്റ്ററിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്. അംബേദ്കർ വിചാർ മഞ്ച്, സർക്കാരി ഹൈസ്കൂൾ, എറണാകുളം. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഗാന്ധി ദർശൻ പോലെയുള്ള വ്യത്യസ്തമായ ക്ലബ്ബുകൾ ഉള്ളതുപോലെ തന്നെ അംബേദ്കർ വിചാർ മഞ്ചാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നാം ഇവിടെ പ്രോഗ്രാമുകളുടെയും അതുപോലെ തന്നെ സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുമുള്ള പോസ്റ്ററുകളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ പോസ്റ്ററുകളിലൊക്കെ നാം പൊതുവായി പറഞ്ഞതാണ്, നമുക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വേണമെങ്കിൽ അവിടെ വരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള കഴിവുകൾക്കനുസരിച്ചുള്ള ചിത്രം വരച്ചാൽ മതിയാവും. വളരെ മികച്ച ചിത്രമല്ല എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് അതിന്റെ പേരിൽ മാർക്കൊന്നും കുറയത്തില്ല. അപ്പൊ നമ്മെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചിത്രം വരയ്ക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, മറ്റ് സ്കെച്ച് പെന്നുകളൊന്നും തന്നെ ഉപയോഗിക്കേണ്ടതില്ല. അപ്പൊ നമ്മുടെ കൈവശമുള്ള നീലമഷി പേനയോ അല്ലെങ്കിൽ കറുത്ത മഷി പേനയോ ഉപയോഗിച്ച് അതിൽ ആകർഷകമായ രീതിയിൽ സന്ദേശവാക്യങ്ങളൊക്കെ എഴുതുകയും അപ്പൊ അതുപോലെ തന്നെ പെൻസിൽ ഉപയോഗിച്ച് ആവശ്യമായ ഷെയ്ഡ് കൊടുത്ത് നമ്മുടെ പോസ്റ്ററുകൾ നമുക്ക് ഏറെ ആകർഷകമാക്കി തീർക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ സന്ദേശം നൽകുന്നതിനുള്ള, അതായത് മെസ്സേജ് പാസ് ചെയ്യുന്നതിനുള്ള 3 പോസ്റ്ററുകളാണ് നാം പരിചയപ്പെട്ടത്. ഈ 3 പോസ്റ്ററുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ നമ്മൾ ഓരോ പോസ്റ്ററുകളിലും 3 വീതം സന്ദേശവാക്യങ്ങളും അവയ്ക്ക് അനുയോജ്യമായ ചിത്രങ്ങളുമാണ് വരച്ചു ചേർത്തത്. ഇപ്രകാരം നമ്മൾ പരീക്ഷയ്ക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒന്നിലധികം സന്ദേശവാക്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എന്തായാലും പരീക്ഷയ്ക്ക് നൽകുന്ന ആ ചോദ്യത്തിൽ നിന്ന് അതിൽ ആ വിഷയം പ്രതിപാദിക്കുന്നിടത്ത് ഒരു സന്ദേശവാക്യം നമുക്ക് ലഭ്യമാകുന്നതാണ്. അത് പരീക്ഷയ്ക്ക് നമുക്ക് പോസ്റ്ററിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുകൂടാതെ 1-2 സന്ദേശവാക്യങ്ങൾ കൂടെ നാം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടേതായിട്ടുള്ള ആശയങ്ങളെ സന്ദേശവാക്യങ്ങളായി ഉപയോഗിച്ചാലും മതി. അനുയോജ്യമായ ചിത്രവും കൂടെ വരച്ചു ചേർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മെ കൊണ്ടാവുന്ന തരത്തിലുള്ള ചിത്രങ്ങളോടെ വരച്ചു ചേർത്താൽ മതിയാവും. ठीक है बच्चों, आज के क्लास में हमें कार्यक्रम संबंधी और संदेशवाहक पोस्टरों से परिचित होने का अवसर मिला है. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രോഗ്രാം സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ സന്ദേശങ്ങൾ നൽകുന്ന തരത്തിലുമുള്ള പോസ്റ്ററുകൾ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. अगले क्लास में एक नए विषय को लेकर हम फिर मिलेंगे.
അപ്പോൾ അടുത്ത ക്ലാസ്സിന് മറ്റൊരു പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.